ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ പച്ചക്കറികളാണ് കേട്ടോ. പീച്ചിങ്ങ, വഴുതനങ്ങ, പയറൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ വഴുതനങ്ങ കൊണ്ട് നമ്മൾ ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വഴുതനങ്ങ നമ്മൾ ഉണ്ടാക്കി അതിൽ നിന്ന് ചെന്ന് ഫ്രഷ് ആയിട്ട് പറിച്ച് അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സ്ലൈസായിട്ട് ഒരു 3 വഴുതനങ്ങ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആ ഒരു കനത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. വഴുതനങ്ങ കഴിക്കാത്തവരും കഴിക്കും. സാധാരണ എനിക്ക് തോന്നുന്നു വഴുതനങ്ങ ആർക്കും അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അതിന് ഒന്നുമില്ല, നമ്മളത് കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി, അത് എരിവിനനുസരിച്ചിട്ടുള്ള എന്താണോ അതെടുക്കുക. മുളക് പൊടി എടുത്ത് പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുക. മുളക് പൊടി എടുക്കുക. പിന്നെ നമ്മൾ ഗരം മസാലയോ ചിക്കൻ മസാലയോ നമുക്ക് ഇഷ്ടമുള്ള മസാല എടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തുണ്ടാവും, അറിയാമല്ലോ. അത് മാറാനായിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെയൊന്നും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം. കാരണം വഴുതനങ്ങ എത്ര ഇഷ്ടമില്ലാത്തവരും ഇത് മാത്രം മതി ചോറുണ്ണാൻ, അത് മാത്രം കൂട്ടി ചോറുണ്ണും. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് ഈ ഒരു പാകത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ടിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അകത്തും പുറത്തും സൈഡിലൊക്കെ നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതിന് ഒന്ന് പോറി കൊടുക്കണം കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമല്ലോ. മീനൊക്കെ വറുക്കുമ്പോൾ നമ്മൾ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇതൊന്ന് പോറി കൊടുക്കണം കേട്ടോ. അതെല്ലാം നമുക്കിത് ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിലും നമ്മുടെ മസാല അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓരോന്നിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അധികം വേവ് അങ്ങനെ ഇല്ലല്ലോ ഇതിന്. എന്നാലും ജസ്റ്റ് അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത്. നമ്മുടെ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ മൂടി വയ്ക്കാം, നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു, കാരണം പെട്ടെന്നൊന്ന് ആയിക്കോട്ടെ എന്ന് ഓർത്ത്. മൂടി വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഇത് അധികം വേവില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് വേവാവും. പിന്നെ ഒത്തിരി തീയിലിടരുത്, നമ്മുടെ മസാല അങ്ങ് കരിയും, നമ്മുടെ വഴുതനങ്ങ വേവത്തുമില്ല, അങ്ങനെയായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു, ഒന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്, നിർബന്ധമില്ല. അപ്പം ഞാനതൊന്ന് മറിച്ചിട്ട് അങ്ങനെ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡിയാണ്. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാനത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് ഫ്രഷായിട്ട് കൊണ്ടുവന്നപ്പോൾ ഫ്രൈ ആക്കിയപ്പോൾ അതൊരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കണം തോന്നി, അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അത് കൂട്ടി ചോറ് ഉണ്ണാൻ പോവുകയാണ് കേട്ടോ. അത് മാത്രം മതി ചോറുണ്ണാൻ. പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ, അതാണ്